ഹേ എവ്രിബഡി, വെൽക്കം ടു ജെഡീസ് ഗരാജ്. ഇന്നത്തെ ഒരു അൺപ്ലാൻഡ് എപ്പിസോഡാണ്. കാര്യം ഞാനൊരു വഴിക്ക് ഇറങ്ങുമായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 2 ദിവസമായിട്ട് ദി എമൗണ്ട് ഓഫ് മെസ്സേജസ് ഐ എം ഗെറ്റിംഗ്, മെയിൽസ്, ഓരോന്ന് ഈ ഒരു വിഷയത്തെപ്പറ്റി ഡൗട്ടുകളും കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജും മെയിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഓക്കെ, ഇതൊന്നൊരു 1 വീഡിയോയിലായിട്ട് അഡ്രസ്സ് ചെയ്യാം. കാര്യം ഇത് മൾട്ടിപ്പിൾ ആൾക്കാർ ആർ ഹാവിങ് ദ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഡൽഹി വണ്ടികൾ. ഈ ഡൽഹി വണ്ടികൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആണ് നാട്ടിൽ. കാര്യം നമ്മളിപ്പോൾ എവിടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും കാണുന്നത് ഡൽഹി 2015 ഫോർച്യൂണർ 3 ലക്ഷം രൂപ, 2016-17 ക്രിസ്റ്റ 2 ലക്ഷം രൂപ, ഇങ്ങനത്തെയൊക്കെ ഓരോ വിലകൾ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ക്ലിക്ക് ബൈറ്റ് സാധനങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അപ്പുറത്ത് നമ്മൾ ഇത് ക്ലിക്ക് ബൈറ്റ് ആണെന്ന് വിചാരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ന്യൂസും കാണുന്നുണ്ട്. ഡൽഹിയിൽ ആ വണ്ടി ബാൻ ചെയ്തു, ഈ വണ്ടി ബാൻ ചെയ്തു, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, വാട്ട് ഇസ് ഓൾ ദിസ്? ആൻഡ് നിങ്ങൾ ഈ ഒരു സോ കോൾഡ് ഒരു ഇതിലോട്ട് നമ്മൾ എൻഗേജ് ചെയ്യണോ? എന്താണ് ഇതിൻ്റെ ഒരു അപ്പീൽ? എങ്ങനെ പൈസ പോകാണ്ടിരിക്കാം, എങ്ങനെ ലാഭം ഉണ്ടാക്കാം? ഇതെല്ലാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഡൽഹി വണ്ടികളുടെ കാര്യം പറയുമ്പോൾ എന്താണ് ഈ ഡൽഹി വണ്ടിയുടെ ഇത്രയും വലിയൊരു അപ്പീൽ? സോ ഇത് കഴിഞ്ഞ 2 ദിവസത്തെ സംഭവിച്ച കാര്യമൊന്നുമല്ല. ഈ ഡൽഹി വണ്ടികൾ എന്നുള്ളത് ഒരു ഇൻഡസ്ട്രിയായി മാറിയിട്ടുണ്ട്, ഡൽഹി യൂസ്ഡ് കാർസ്. ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഡൽഹിയിൽ ഒരു 2019 കാലഘട്ടം, 18-19 എങ്ങാണ്ട് ആയിക്കഴിഞ്ഞപ്പോഴേക്കും NGTൻ്റെ ഒരു റൂള് വന്നു. NGT എന്ന് പറയുന്ന നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, പൊല്യൂഷനും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കുറേ റിട്ടയർഡ് ആൾക്കാരിരുന്ന് ചെയ്യുന്ന ഒരു ബോഡിയാണത്. അപ്പോൾ എന്തായാലും ഈ NGT എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഡൽഹിയിലത്തെ സകലമാന പ്രശ്നങ്ങളുടെയും കാരണം പഴയ വാഹനങ്ങളാണ്. 10 കൊല്ലം പഴക്കമുള്ള ഡീസലും 15 കൊല്ലം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും ഇനി മുതൽ NCR റീജിയനിലേ ഓടിക്കാൻ പറ്റില്ല. NCR എന്ന് പറയുമ്പോൾ നാഷണൽ ക്യാപിറ്റൽ റീജിയനാണ്. അപ്പോൾ ഈ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബേസിക്കലി സെൻറ്റർഡ് അറൗണ്ട് ഡൽഹി ആൻഡ് ഡൽഹിയിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് വരുന്ന പല സ്ഥലങ്ങളാണ്. എന്താണ് ഈ NCR എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബേസിക്കലി ഡൽഹിയാണ് നമുക്കറിയാം ക്യാപിറ്റൽ. ആൻഡ് ഡൽഹി ചുറ്റിപ്പറ്റി കുറേ അധികം ഡെവലപ്മെൻറ്റും കുറേ അധികം കാര്യങ്ങൾ, ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ്, കുറേ സാധനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഡൽഹി ഒരു ചെറിയ ഏരിയയാണ്, അതിൻ്റെ ചുറ്റുമുള്ള കുറേ സ്ഥലങ്ങളുണ്ട് വിച്ച് ആർ സറൗണ്ടിങ് ഡൽഹി. ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം വേറെ സ്റ്റേറ്റിലാണ്, കുറച്ച് ഹരിയാനയിലാണ്, കുറച്ച് രാജസ്ഥാനിലാണ്, കുറച്ച് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാത്തിലും ഓരോ സ്റ്റേറ്റ് വൈസ് റൂൾസ് വെച്ച് നമ്മൾ ട്രേഡും കാര്യങ്ങളും ചെയ്യാനാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഈ NCR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാക്കി, ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതേപോലെ ഒരു ഗവർണൻസിനും എല്ലാത്തിനും വേണ്ടി റൂൾസും കാര്യങ്ങളെല്ലാം ആ ഒരു സെക്ടറിന് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ അതാണ് ഈ ഒരു ഏരിയ. സോ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഡൽഹി, ഇതിനകത്ത് പല സ്ഥലങ്ങളും പെടും. ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് നോയിഡ വിച്ച് ഇസ് UP 16 RTO, ഗുർഗാൺ വിച്ച് ഇസ് HR26 RTO, ഇതെല്ലാം ഈ NCRൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ആൻഡ് ഈ NCRൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഈ 10 or 15 year old ബാൻ അവർക്കും ബാധകമാണ്. അപ്പോൾ ഈ ഒരു ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ ലോജിക്കൊന്നുമില്ല. ആ ഒരു സമയമായപ്പോൾ അവർ സഡനായിട്ട് അനൗൺസ് ചെയ്തു, സെയിങ് ദാറ്റ് ഇനി മുതൽ 10 കൊല്ലം പഴക്കമുള്ള ഡീസൽ 10 years ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡീരജിസ്റ്റർ ആവും, നിങ്ങൾക്ക് ഇനി ഓടിക്കാൻ പറ്റില്ല. ആൻഡ് 15 കൊല്ലം കഴിഞ്ഞാൽ പെട്രോളും നിങ്ങൾക്ക് ഇനി ഓടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ആൾക്കാർക്കൊരു ജനറൽ പാനിക്കായിരുന്നു. ആ സമയം തൊട്ടാണ് ഈ ഒരു ഡൽഹി യൂസ്ഡ് കാർ ഇൻഡസ്ട്രി അങ്ങോട്ട് പൊങ്ങി വന്നത്. ഇപ്പോൾ ഡൽഹിയിലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം ആകുമ്പോഴേക്കും എൻഡ് ഓഫ് ലൈഫായി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. എങ്ങനെയെങ്കിലും 10th ഇയറിന് മുമ്പേ വണ്ടി NOC എടുത്ത് NCR റീജിയനിൽ നിന്ന് പറഞ്ഞു വിടണം. ആൻഡ് പലവർക്കും സത്യം പറഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും റൂള് മാറ്റം വരും എന്ന് വിചാരിച്ച് കുറേ കാലം അവസാനം വരെ പിടിച്ച് നിൽക്കും. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റാണ് വണ്ടി വിൽക്കുന്നത്. ലാസ്റ്റ് മിനിറ്റ് വണ്ടി വിൽക്കുമ്പോൾ ലിറ്ററലി ഡെസ്പറേറ്റ് ഫയർ സെയിലാണ്. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴേക്കും ആൾക്കാരെല്ലാവരും പാനിക്കിൽ കിട്ടിയ വിലയ്ക്ക് വണ്ടി വിൽക്കും. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ NCR വണ്ടികൾ വരുന്നത് കേരളത്തിലോട്ടാണ്. നമ്മൾ അവരുടെ ആ ഒരു മിസ്ഫോർച്യൂൺ നമ്മൾ മുതലാക്കി വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് ദ ഡൽഹി യൂസ്ഡ് കാർ ഇൻഡസ്ട്രി. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം കുറച്ച് കൊല്ലമായിട്ട് നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്നോവ, ഫോർച്യൂണർ, ഇത് രണ്ടുമാണ് ഡൽഹിയുടെ ഏറ്റവും ഹോട്ട് ഫേവററ്റ് വണ്ടികൾ. ഈ 2 വണ്ടികളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലോട്ട് വരുന്നത്. ഇതിനകത്തൊരു കോമഡി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡൽഹി പോയി വണ്ടി മേടിക്കാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും കാണുന്ന എല്ലാം മലയാളികളായിരിക്കും. നമ്മൾ ഗൾഫിൽ പോയി ഒരു കടയിൽ കയറുന്ന പോലെയാണ്, ലോക്കൽസ് ഒന്നും കാണില്ല, എല്ലാം നമ്മുടെ നാട്ടുകാർ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും എന്താണ് ഇതിൻ്റെ ഒരു കഥ? എന്താണ് ഇതിന് ഈ പറയുന്ന ഈ 2 ലക്ഷം 3 ലക്ഷത്തിൻ്റെയൊക്കെ കഥയ്ക്ക് വല്ല വാസ്തവമുണ്ടോ? ആൻഡ് ഷുഡ് യു ഡു ഇറ്റ്? ഓക്കെ, അപ്പോൾ ഇതാണ്
നമ്മുടെ ഡൽഹി ഇൻഡസ്ട്രി, ഇതാണ് ഇതിൻ്റെ ഒരു ഹോൾ, ഈ ഒരു ഇൻഡസ്ട്രിയുടെ പ്രമിസ് എന്താണ്, ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പൊട്ടിമുളച്ച് വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു റീസണാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. അപ്പോൾ ഈ റീസൺ ആക്ച്വലി ബെനിഫിഷ്യൽ ആണോ? ഒരു കണക്കിന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ യെസ്. ഇഫ് യു ആർ സ്മാർട്ട് അബൌട്ട് ഇറ്റ്, യെസ്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഫയർ സെയിലാണ്, എങ്ങനെയെങ്കിലും അവർക്ക് ഈ വണ്ടികൾ വിൽക്കണം. ആൻഡ് മിക്ക വണ്ടികളും വരുന്നത് 2-3 മാസം പെൻഡിങ് ഉള്ളപ്പോഴാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല ഡീലുകൾ കിട്ടും. നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ് കാർസ് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഡിസ്കൗണ്ട് കമ്പയർഡ് ടു ബൈയിങ് എ KL or KA or TN കാർസ്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്നാൽ പിന്നെ എല്ലാവർക്കും അവിടെ പോയിട്ടൊക്കെ വണ്ടി എടുത്താൽ പോരെ എന്നുള്ളത്. അവിടെയാണ് ഇതിൻ്റെ ഒരു കളി വരുന്നത്. ഡൽഹി ആസ് എൻ ഏരിയ നമ്മൾ കുറച്ച് നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവിടെ നിന്ന് നിപ്പിനെ നമ്മുടെ കാലയെ ഊരിക്കൊണ്ട് പോണ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടും അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ 2 രീതിയിലാണ് നമുക്ക് ഈ ഡൽഹി വണ്ടികൾ കേരളത്തിലോട്ട് വരുന്നത്. ഒന്ന്, നമുക്ക് തന്നെ നേരെ പോയി മേടിക്കാം. അങ്ങനെ ഒത്തിരി പേരെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ നേരെ പോകുന്നു, ഡൽഹി പോകുന്നു, വാങ്ങിക്കുന്നു, വരുന്നു. അതിലൊരു 70% ആൾക്കാർക്ക് പണി കിട്ടും, 30% ആൾക്കാർക്ക് നല്ല വണ്ടികൾ നല്ല ഡീലിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ നല്ല വണ്ടികളും ഡീലും കിട്ടുന്നതിൻ്റെ വ്യത്യാസം ഇസ് ഓൾ അബൌട്ട് നോളജ്. നമുക്ക് വണ്ടിയെക്കുറിച്ച് നല്ലോണം അറിയാം, ഇൻഡെപ്തായിട്ട് അറിയാം. എസ്പെഷ്യലി നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഒരു പെർട്ടിക്കുലർ മോഡൽ നമ്മൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അവിടെ പോയി നമ്മൾ മേടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡീലുകൾ സംഘടിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ യൂട്യൂബ് തുറക്കും. യൂട്യൂബ് തുറന്നു കഴിയുമ്പോഴേക്കും നമ്മൾ കാണുന്നത് കുറേ വ്ളോഗർമാർ, മോസ്റ്റ്ലി ഡൽഹി ബേസ്ഡ്, അറബായ് ആവോ ഇന്നോവ ദോലാക്കെന്ന് പറഞ്ഞുകൊണ്ട് കൈയിട്ട് വിളിക്കും. ഇതൊക്കെ കേട്ട് നമ്മുടെ ആൾക്കാർ അവിടെ ചാടിപ്പിടിച്ച് പോവും. ചാടിപ്പിടിച്ച് പോയി കഴിഞ്ഞാൽ മിക്കവാറും പണിയും കിട്ടി തിരിച്ചു വരും. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നല്ലോണം അറിഞ്ഞിരിക്കണം, നല്ലോണം അറിയണം. നമുക്ക് ഏരിയ അറിയണം, ഹിന്ദി അറിയണം, ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാൻ അറിയണം. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഡൽഹി പോയി വണ്ടി മേടിക്കുക. അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന കുറേ ഡീലർമാരുണ്ട്, ഇവിടെ നിന്ന് പോയി നോക്കി സൗകര്യമായിട്ട് മേടിക്കുന്നതാണ്. ഒബ്വിയസ്ലി കമ്മീഷൻ കൊടുക്കേണ്ടി വരും, പക്ഷേ എങ്കിലും നമ്മൾ അവിടെ പോയി നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാര്യം നമ്മളൊരു ദിവസം ഡൽഹി പോയി രാവിലെ പോയി വൈകുന്നേരം വരാൻ പറ്റില്ല, ഒരു 3 ദിവസമെങ്കിലും നിൽക്കണം. ചിലപ്പോൾ നോക്കണം വണ്ടി മോശമായിരിക്കും, മൾട്ടിപ്പിൾ തവണ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ പോയി നോക്കി തിരിച്ച് വരുമ്പോഴേക്കും എങ്ങനെ പോയാലും ഒരു 1 ലക്ഷം രൂപ മേലെ ചിലവാകും. ഒരു 3-4 ദിവസമൊക്കെ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ്, ലോക്കൽ ടാക്സി, അവിടെ ഇൻസ്പെക്ഷന് കൊടുക്കണ ചാർജ് എല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ നമുക്ക് ഇഫ് യു വോണ്ട് ടു ഡു ഇറ്റ് ഫോർ ദി അഡ്വഞ്ചർ, യെസ് ഗോ ഡു ഇറ്റ്. അല്ലെങ്കിൽ നമുക്കിത് എന്താ ചെയ്യുന്നതെന്ന് ഒരു വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഡു ഇറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടി മേടിക്കുന്നതാണ് ലാഭം. കാര്യം ഞാനിപ്പോൾ എൻ്റെ M ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പേഴ്സണലി ഡൽഹി പോയി കംപ്ലീറ്റ് സാധനം ചെക്ക് ചെയ്ത് നോക്കി മേടിച്ചുകൊണ്ട് വന്നതാണ്. അത് മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട സ്പെക്ക് വണ്ടി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇറ്റ് വാസ് എ ക്ലീൻ കാർ. ഡയറക്റ്റ് ഓണറായിട്ട് ഡീൽ ചെയ്തതാണ്. എൻ്റെ ഫ്രണ്ടാണ് ഓണർ, സോ ഐ നോ ഹിം നല്ലോണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാധാരണ ഒരു ഡൽഹി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമുക്ക് ഡൽഹി കാർ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ പീപ്പിൾ ജനറലി ലുക്ക് ഡൗൺ അപ്പോൺ. പക്ഷേ ഡൽഹിയിൽ 2 ടൈപ്പ് വണ്ടികളും ഉണ്ട് കേട്ടോ. ഡൽഹിയിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത തരം VIP-കളുടെ വണ്ടികളും ഉണ്ട്, പിന്നെ റോട്ടിൽ കിടന്ന് നശിക്കുന്ന വണ്ടികളും ഉണ്ട്. സോ എന്താണ് നമ്മൾ മേടിക്കുന്നതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ പോയി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ഗ്രേറ്റ് ഡീൽ ഫ്രം ഡൽഹി. ഇപ്പോൾ നമ്മളിപ്പോൾ ഡൽഹി പോവുകയെന്ന് വിചാരിക്കുക. ഡൽഹി പോകാനാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലോണം അറിയാവുന്ന ഒരു ലോക്കൽ ആരെങ്കിലും അവിടെ വേണം. അതേപോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം വണ്ടി വിൽക്കുന്നത്. റാൻഡമായിട്ട് കാണുന്ന ഒരു ഡീലറിൻ്റെ അടുത്ത് കയറി നമ്മൾ ഇയാളെ വിശ്വസിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അവിടെ നടക്കുന്ന ഉടായ്പകൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഒട്ടുമുക്കാൽ വണ്ടികളും മീറ്റർ ക്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഡീലർമാരുടെ വണ്ടികളാണ് കേട്ടോ കൂടുതലും. ഡൽഹി ഈ യൂസ്ഡ് കാർ ഡീലേഴ്സ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാർ വണ്ടിയിൽ മീറ്റർ ക്ലോക്കിംഗ് ഉണ്ടാവും. മറ്റേ ഇന്നാൾ എനിക്ക് ആരോ അയച്ചു തന്ന ഒരു പോളോയിൽ മീറ്റർ കൺസോളിനകത്ത് ചെക്ക് എഞ്ചിനിലോട്ടുള്ള ലൈറ്റ് അവരങ്ങ് എടുത്തു കളഞ്ഞു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എഞ്ചിൻ ചെക്ക് ചെയ്യണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതൊന്നും വേറെ അവിടെ നടക്കുന്നില്ല എന്നല്ല കേട്ടോ, നടക്കുന്നുണ്ട്. പക്ഷേ ഡൽഹിയിൽ കുറച്ചും കൂടെ ഇത് കോമൺ ആണ്. ആൻഡ് പ്ലസ് വൺ മോർ തിങ്, നമുക്ക് ഡൽഹി ചെല്ലുമ്പോൾ നമ്മൾ ആരും അല്ല. അപ്പോൾ അതുകൊണ്ട് ഡീലർമാരാണെങ്കിലും ആരാണെങ്കിലും നമ്മളെ നല്ലോണം അഡ്വാൻറ്റേജ് എടുക്കും. അപ്പോൾ നമുക്ക് ഡൽഹിയിലോട്ട് നമ്മൾ പോയി മേടിക്കാനാണെങ്കിൽ പ്രിഫറബിളി ഒരു പേഴ്സണൽ ഓണറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വണ്ടി മേടിക്കുക. ഡൽഹിയിൽ എല്ലാ വണ്ടിയും മോശമൊന്നും അല്ല. പലവരും നല്ല വണ്ടികൾ ഗതികേട് കൊണ്ട് ഈ NGT മണ്ടത്തരം കാരണം മാത്രം വിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ കിട്ടുകയാണെങ്കിൽ ആക്ച്വലി നല്ല ഡീല് ഇപ്പോഴും നമുക്ക് കിട്ടാനുണ്ട്.
പക്ഷേ ഡീലറുടെ അടുത്ത് മേടിക്കാനാണെങ്കിൽ നല്ലോണം കെയർഫുൾ ആവുക, നല്ലോണം നോക്കി ശ്രദ്ധിച്ച് മേടിക്കുക. പേപ്പർ വർക്കിൻ്റെ കാര്യം വളരെയധികം ക്ലിയർ ആക്കുക. പേപ്പർ വർക്കിലോട്ട് വി വിൽ കം ടു ഇൻ എ ബിറ്റ്. ഇപ്പോൾ നമ്മൾ ഡൽഹി പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന വണ്ടി ഇന്നോവ, ഫോർച്യൂണർ, W204 C ക്ലാസ്, W212 E ക്ലാസ്, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ F10 530D, 530, 520, ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഏറ്റവും കോമൺ ആയിട്ട് ഡൽഹി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് കാണുന്നത്. കാര്യം ഭയങ്കര സിഗ്നിഫിക്കൻറ്റ് വ്യത്യാസമുണ്ട് അവിടുത്തെ പ്രൈസും ഇവിടുത്തെ പ്രൈസും തമ്മിൽ. ഫോർച്യൂണർ, ഇന്നോവ പിന്നെ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നോക്കി കണ്ടുമൊക്കെ മേടിക്കണം. എന്തായാലും ടാക്സി ഓടിയിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നല്ല വണ്ടികൾ അവിടെ ഉണ്ട്. നല്ല വണ്ടി കിട്ടിയാൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ ജർമ്മൻ വണ്ടികളെക്കുറിച്ചാണ്. C ക്ലാസ്, E ക്ലാസ്, 5 സീരീസ് മെയിൻലി. കാര്യം ഇതിനാണ് ജർമ്മൻ ഒരു ബൾക്ക് ഓഫ് വണ്ടികൾ ഈ 3 സാധനങ്ങളാണ് വരുന്നത്. ഇത് 3ഉം നമ്മൾ എന്തൊക്കെ കണ്ടാലും എത്ര കുട്ടപ്പനാക്കി നിർത്തിയാലും എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, കമ്പനി കൊണ്ടുപോയിട്ട്, ദാറ്റ് ഇസ് മെർസിഡീസ് അല്ലെങ്കിൽ BMW ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഒരു പെയ്ഡ് ഇൻസ്പെക്ഷൻ നടത്തുക. പെയ്ഡ് ഇൻസ്പെക്ഷൻ നടത്തി ആ വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ആ സാധനം നോക്കിയിട്ട് മാത്രമേ അവിടെ നിന്ന് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഡൽഹിയിൽ നിന്നല്ല കേട്ടോ, ആക്ച്വലി എവിടെ നിന്നാണെങ്കിലും. കാര്യം ഇത് പുറത്തുനിന്ന് നോക്കിയാൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ടാവും. പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഒരു മണിക്കൂർ ഓടിച്ചു കഴിയുമ്പോഴൊക്കെ ആയിരിക്കും വരുന്നത്. കാര്യം ഇപ്പോൾ ABSൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ള വണ്ടികളാണെങ്കിൽ ചിലപ്പോൾ അത് മഴയത്ത് ഓടിക്കുമ്പോഴേ വരുള്ളൂ. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഓടിച്ച് കഴിയുമ്പോൾ പതുക്കെ TCSൻ്റെ ലൈറ്റ് കത്തും, പിന്നെ ABSൻ്റെ ലൈറ്റ് കത്തും. അപ്പോൾ നമുക്കതൊരു ചെറിയ ടെസ്റ്റ് ഡ്രൈവിലൊന്നും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. സബ് ഫ്രെയിമിൻ്റെ അവിടെ ക്രാക്കുള്ള C ക്ലാസ്സുകളുണ്ട്. സോ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്കൊരിക്കലും ഒറ്റ നോട്ടത്തിൽ ഓടിച്ചാലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഈ വണ്ടികളിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് 10,000 രൂപയ്ക്ക് അടുത്ത് വരും നമുക്ക് ഈ സർവീസ് സെൻറ്ററിൽ ഇത് ബുക്ക് ചെയ്ത് ഒരു ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ട്. വെൽ വർത്ത് ഇറ്റ്. എങ്ങാനും ഇപ്പോൾ പലരും പറയോ 10,000 രൂപ കൊടുത്തിട്ട് എങ്ങാനും മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പൈസ പോയില്ലേ? അത്രയല്ലേ പോയുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ് നിങ്ങൾ കൊടുക്കാൻ പോണ 5-8 ലക്ഷം രൂപയും ആ വഴിക്ക് പോവും. ആൻഡ് ഓൾവേസ് ചീപ്പസ്റ്റ് ജർമ്മൻ കാർ ഇസ് ഓൾവേസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് എന്ന് ഒരു വാക്കുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഒരു സാധനവും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ കാണുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വണ്ടികളുടെ മീറ്റർ ക്ലോക്കിങ്ങും കാര്യങ്ങളെല്ലാം ആണ്. ഇപ്പോൾ മീറ്റർ ക്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പല ഏജൻസികളും ഉണ്ട് നമുക്ക് സർവീസ് റെക്കോർഡ് നമുക്കെടുത്ത് തരുന്നത്. അപ്പോൾ സർവീസ് അതിനൊരു ബിറ്റ്വീൻ 300 to 1000 റുപ്പീസാണ് ഓരോ ആൾക്കാരെ മേടിക്കുന്ന ഇതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കാർസ് 24 ചെയ്യുന്നുണ്ട്, മറ്റേ കാർ ഇൻഫോ ആപ്പിലുണ്ട്. അങ്ങനെ പല ഇതിലും വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു വണ്ടി എടുക്കാൻ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുക. ഞാൻ കുറച്ചോളം പേര് നോക്കിയൊരു വണ്ടിയിൽ കണ്ടത് 1,30,000 കിലോമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഓഡോമീറ്ററിൽ. സർവീസ് ഹിസ്റ്ററി നോക്കിയപ്പോൾ 2021 1,86,000 കിലോമീറ്ററിൻ്റെ സർവീസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതാണ് സംഭവം. അത് കഴിഞ്ഞാൽ വണ്ടി തിരിച്ചായിരുന്നു ഓടണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനത്തെ കുറേ ഉടായ്പകൾ അവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം മാർക്കറ്റിൽ നടക്കണമാണ്, പക്ഷേ ഡൽഹിയിൽ ഇത് വളരെ കോമൺ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ കുറച്ചുകൂടി ഡെസ്പറേഷൻ ഉണ്ട്. ഇപ്പോൾ ബോംബെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി അവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല, അടുത്ത മാസമാണെങ്കിലും വിറ്റു എന്ന് പറയാം. ഡൽഹിയിൽ അങ്ങനെ പറ്റില്ല. കാര്യം അടുത്ത മാസം എന്നൊരു ഗ്യാപ്പ് ഇല്ല. അവർക്കത് ഇന്ന് കൊടുത്തേ പറ്റൂ. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തേക്ക് ചിലപ്പോൾ സ്ക്രാപ്പ് ആവും. ഇപ്പോൾ ഒരു 3 ലക്ഷം രൂപ കിട്ടണ വണ്ടി 50,000 രൂപയാവും. അപ്പോൾ അതാണ് സംഭവം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിലും പല ഏരിയാസ് ഓഫ് കേരളയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KL വണ്ടി കാണുന്നേക്കാളും കൂടുതൽ DL, HR, UP വണ്ടികളാണ് കാണുന്നത്. എസ്പെഷ്യലി ഞാനീ പറഞ്ഞ കുറച്ച് ബ്രാൻഡുകൾ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രി നമ്മളും കുറച്ച് ബോധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു വണ്ടി മേടിക്കാനാണെങ്കിൽ ദർ ആർ ഗുഡ് ഡീൽസ് ടു ബി ഫൗണ്ട് ഇതിലും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടം വരെ പോകണ്ട, അവിടം വരെ ബുദ്ധിമുട്ടണ്ട. ഒരുവിധം ഒരു ബേസിക് ചെക്കൊക്കെ അവിടെ നോക്കിയിട്ട് മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും പരിചയം റെഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ നമുക്കൊരു സർവീസ് സെൻറ്ററിൽ പോയി ചെക്ക് ചെയ്യിക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ എടുക്കണമെങ്കിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ ഉണ്ട്. നമ്മുടെ നാട്ടിലല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും നോക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെ ലോക്കൽ പോയി പിടിക്കാൻ ഒരാളുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അവർ ഷിപ്പിങ്ങും കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതേപോലെ NOC കാര്യങ്ങൾക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഇവിടെ കാണാനൊരു മുഖമുണ്ട്. കാര്യം ജനറലി ഡൽഹിയിലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ മറ്റേ നിങ്ങളാരാ എന്താ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. ഇപ്പോഴും നല്ല എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേടിക്കുമ്പോൾ എന്തൊക്കെ പേപ്പർ വർക്ക് അതിൻ്റെ കൂട്ടത്തിൽ മേടിക്കാനുണ്ടോ അതെല്ലാം ഒറ്റയടിക്ക് മേടിച്ചുകൊണ്ട് വന്നാൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വിളിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. അങ്ങനത്തെ ഒരാളോ അങ്ങനത്തെ ഒരു ഷോറൂമോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഓക്കെ. ഇതാണ് ഇപ്പോൾ ഡൽഹി വണ്ടികളുടെ ഒരു ബ്രോഡ് പ്രമിസ്.
എന്താണ് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇത് കാരണം? കാര്യം ഇപ്പോൾ 2019 മുതൽ NGTയുടെ റൂൾ ആക്റ്റീവാണ്. അപ്പോൾ ദർ ഇസ് റിയലി നത്തിങ് ടു സേ. എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത് ഇത്രയും വലിയൊരു സംഭവമായി? എല്ലാവരും ഡൽഹി ഇന്നോവ, ഡൽഹി ഫോർച്യൂണർ 3 ലക്ഷം 4 ലക്ഷം ആദായ വിൽപ്പന. ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പേ ഡൽഹി ഗവൺമെൻറ് ഒരു പുതിയ റൂൾ ഇറക്കി. ദാറ്റ് ഇനി മുതൽ ഈ പറഞ്ഞ 10-15 വർഷമുള്ള ഡീസലും പെട്രോളും വണ്ടികൾക്കും ഇന്ധനം നൽകുന്നതല്ല. ഇപ്പോൾ എന്താ ഇപ്പോൾ മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും മാറിയില്ല. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലവും ആ വണ്ടികൾ ഓടിക്കണ ഇല്ലീഗലായിരുന്നു, ഇപ്പോഴും ഇല്ലീഗലാണ്. ഇപ്പോൾ ആ കൂടെ മാറിയിരിക്കുന്ന ഇല്ലീഗലായിട്ട് ഓടിച്ചിരുന്ന ഈ ആൾക്കാർക്ക് പെട്രോൾ കിട്ടുന്നില്ല, അല്ല ഡീസൽ കിട്ടുന്നില്ല, അത്രയും മാറിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു എൻറ്റയർ പരിപാടി ഇവർ ഒപ്പിച്ചിരിക്കുന്നത് വേറെ പൊല്യൂഷനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ NGT എന്ന് പറഞ്ഞ ഈ ഓർഗനൈസേഷൻ ഒരു വലിയൊരു തരികിട തട്ടിക്കൂട്ട് പരിപാടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ വെഹിക്കിൾ ബാൻ. കാര്യം ശരിക്കും ആ ഡൽഹി സൈഡിൽ പൊല്യൂഷൻ വരുന്ന ഇൻഡസ്ട്രീസാണ്, അതെല്ലാം ഇവരുടെയൊക്കെ തന്നെ ആൾക്കാരാണ്. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരൊന്ന് വെടിവെച്ചിടും. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യില്ല. പിന്നെയുള്ള ഫാർമേഴ്സാണ്. ഫാർമേഴ്സിൻ്റെ സ്റ്റബിൾ ബേണിങ്ങും കാര്യങ്ങളാണ് വലിയൊരു പ്രശ്നം. ഫാർമേഴ്സിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എജിറ്റേഷൻ ആവും, വോട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെയും വിട്ടു. പിന്നെ ഉള്ളത് അവിടുത്തെ കൺസ്ട്രക്ഷൻ മാഫിയയും ബാക്കി സാധനങ്ങളാണ്, അവരെ തൊടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആരെ പിടിക്കാൻ പറ്റും? ഈ കാറുകാരെ പിടിക്കാം. കാറുകാർക്ക് യൂണിയൻ ഇല്ല, അസോസിയേഷൻ ഇല്ല, ഒന്നുമില്ല. ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞാണ് ഇത്രയും കാലം ഈ പറഞ്ഞ സാധനം ചെയ്തിരിക്കുന്നത്. കാര്യം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 5 കൊല്ലമായി. ഈ 5 കൊല്ലത്തിൽ ഇന്ന് വരെ ഒരു സ്റ്റഡിയും പ്രൂവ് ചെയ്തിട്ടില്ല ഈ കാറുകളെ ബാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു എന്നോ എന്തെങ്കിലും പൊല്യൂഷൻ കുറഞ്ഞു എന്ന്. കാര്യം അതിനൊരു സ്റ്റഡിയും ഒന്നുമില്ല, വെറുതെ അങ്ങോട്ട് ബാൻ ചെയ്തു. ഇതിൻ്റെ കൂട്ടത്തിൽ ചാടാൻ വേണ്ടിയിട്ട് കോടതിയും കൂടെ ഇതിന് വേണ്ടി അപ്പീൽ ചെയ്ത എല്ലാ കേസുകളും തള്ളിക്കളഞ്ഞു. അപ്പോൾ അതോടെ ഒരു കോമൺ മാൻ്റെ ജീവിതം വളരെയധികം എഫക്റ്റഡായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുതിയ റൂളും കൂടെ അവർ കൊണ്ടുവന്നത്, ദാറ്റ് ഇനി ഫ്യൂവൽ കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ വൈഡ് സ്പ്രെഡ് പാനിക്കായി. നമ്മൾ കാണാൻ തുടങ്ങി ഒരാളുടെ ഒരു മെർസിഡീസ് M ക്ലാസ് 85 ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ട് 2 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇതൊക്കെ ഉള്ളതാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വന്നു. ആൻഡ് പലവർക്കും കുറച്ചും കൂടെ ഹോപ്പ് പോയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ M ക്ലാസ് ആണെങ്കിലും അവിടെ ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് കഴിഞ്ഞു 2020 ആയപ്പോഴേക്കും അതിൻ്റെ എക്സ്പയറി ആയി. പക്ഷേ വണ്ടി വേറെ സ്റ്റേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടായി. ബട്ട് ദ തിങ് ഈസ് അവർക്കൊരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് കാരണം വണ്ടി വീട്ടിൻ്റെ അകത്ത് പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇത് കവേർഡ് ബേസ്മെൻറ്റിൻ്റെ അകത്ത് വെച്ചിരിക്കുമായിരുന്നു. ആൻഡ് രാത്രിയൊക്കെ പതുക്കെ കൊണ്ട് പെട്രോൾ അടിച്ച് അങ്ങനെയൊക്കെ വന്നിരുന്നതാണ്. ഇപ്പോൾ പിന്നെ അതും പറ്റാണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പലരും വണ്ടി വിൽക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ എന്തായാലും ഈ ഡീസൽ പെട്രോൾ അവൈലബിലിറ്റി പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് പേടിച്ചു. എന്നിട്ട് വണ്ടി നമുക്ക് പാനിക്കിൽ കൊടുക്കണ്ടെന്നൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബർമാരെല്ലാവരും കൂടെ ഇനി 3 ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണർ കിട്ടും, പുതിയ ഷേപ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയത്. പക്ഷേ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് ആദ്യമായിട്ട് ദ ഇന്ത്യൻ മിഡിൽ ക്ലാസ് അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ ഭയങ്കര വൈഡ് സ്പ്രെഡ് അജിറ്റേഷനാണ് ഉണ്ടായത്. കാര്യം ഈ NGT ഇഷ്യൂ ആദ്യം വന്നപ്പോൾ കുറേ പേര് പറഞ്ഞു, അല്ല എന്നാലും ഇനിയിപ്പോൾ നമ്മുടെ പ്രശ്നം ശരിയാവുമെങ്കിലോ, കാര്യം ഭയങ്കര പൊല്യൂഷനാണ് അവിടെ, ഇനി എങ്ങാനും ശരിയാവുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും എല്ലാവർക്കും മനസ്സിലായി ഇതിനകത്ത് ഒരു പരിപാടിയും നടന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോഴത്തെ പബ്ലിക് സെൻറ്റിമെൻറ്റ് ഭയങ്കരമായിട്ട് മാറി. ഇനി നമ്മളിത് വെച്ച് ഉറപ്പിക്കുന്നില്ല, വി ആർ നോട്ട് ലെറ്റിംഗ് ദിസ് ഹാപ്പൻ, ഇനി നമുക്ക് ഈ നോൺസെൻസ് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച് തുടങ്ങി. ഫൈനലി ദർ ഇസ് സം ആക്ഷൻ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഡൽഹി ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞ ഫ്യൂവൽ ബാൻ അതിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ്, നമ്മൾ ഇനിയും കൂടുതൽ സ്റ്റഡി നടത്താം എന്നൊക്കെ. ഇപ്പോൾ ഈ നിർത്തിവെച്ചിരിക്കുക എന്ന് പറഞ്ഞ് ഇതിനകത്ത് സംഭവിച്ചത്, ഇവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ പെട്രോൾ പമ്പിലും നമ്പർ പ്ലേറ്റ് റീഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടിക്ക് എന്ത് ഏജ് ഉണ്ട്, എത്ര എക്സ്പയർ ആയോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് വെച്ച് പ്രോഗ്രാം ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആൾക്കാർ ചോദിക്കണം, നിങ്ങൾക്ക് മതിയായില്ല ഇതുവരെ? ഇത് ഈസ് റിയലി ഹിറ്റിംഗ് ദ മിഡിൽ ക്ലാസ്. ഈ ഒരു പ്രശ്നം കൊണ്ട് ഇനി നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാവരും പ്രതിഷേധിച്ചോടെ ഈ ഒരു എൻറ്റയർ സാധനം ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ ആസ് തിങ് സ്റ്റാൻഡ് കഴിഞ്ഞ പോലത്തെ ബാൻ തന്നെയുള്ളൂ. ഇനിയിപ്പോൾ ആ ബാനും ചിലപ്പോൾ ഒന്ന് റീലുക്ക് ചെയ്യും എന്ന് പറയുന്നുണ്ട്. കാര്യം എല്ലാവരും ഇപ്രാവശ്യം ഒന്ന് പേടിച്ചിട്ടുണ്ട്. കാര്യം അത്രയും പ്രശ്നമാണ് വരുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ,
കാര്യം ഒരു റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരാൾ അയാളുടെ കയ്യിലിപ്പോൾ ഉണ്ടാവുന്നത് ചിലപ്പോൾ ലാസ്റ്റ് പുള്ളി മേടിച്ച ഒരു കാറായിരിക്കും. വലിയ ഓട്ടോ ഒന്നും ഉണ്ടാവില്ല. ഒരു മാസം ചിലപ്പോൾ വല്ല അത്യാവശ്യം വല്ല ഹോസ്പിറ്റൽ റണ്ണോ അല്ലെങ്കിൽ ഇപ്പം മറ്റേ അമ്പലത്തിൽ പോകാൻ പള്ളിയിൽ പോകാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ഓട്ടങ്ങൾക്ക് വേണ്ടി ഓടിക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട്. അതെല്ലാം സ്ക്രാപ്പാക്കി കളഞ്ഞ് നിങ്ങളിനി പുതിയ വണ്ടി മേടിക്കണമെന്ന് പറയുകയാണ്. പുതിയ വണ്ടി മേടിച്ചാലും 10 കൊല്ലമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു 8 കൊല്ലമാകുമ്പോഴേക്കും വണ്ടി കൊടുക്കണം. പിന്നെ ഇങ്ങനത്തേക്ക് മറ്റേ റിട്ടയർ ചെയ്തും ഇതൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏത് കമ്പനിയാണ് ലോൺ കൊടുക്കുന്നത്? അപ്പോൾ പലവർക്കും ലോൺ കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് സഡൻലി ഇവരുടെയൊക്കെ വണ്ടി എല്ലാം എടുത്ത് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇതിനുള്ള ഒരു തിയറി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഐ തിങ്ക് ഫൈനലി പീപ്പിൾ സ്റ്റാർട്ടിങ് ടു റിയാക്ട് ആൻഡ് ഈ ഒരു പ്രശ്നത്തിന് ചിലപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആസ് ഓഫ് നൗ ഈ പറയുന്ന പോലത്തെ 3 ലക്ഷം രൂപയുടെ ഫോർച്യൂണറൊന്നും ന്യൂ ഷേപ്പ് ഫോർച്യൂണറൊന്നും 3 ലക്ഷം രൂപയ്ക്ക് അവിടെ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു എൻഡ് കസ്റ്റമർ നേരെ നമ്മുടെ കയ്യിൽ കിട്ടുകയില്ല. ഇതൊക്കെ ഇടയിലുള്ള ആൾക്കാർ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പ്രൈസിന് 3 രൂപയ്ക്ക് ഫോർച്യൂണറും 1.5 രൂപയ്ക്ക് ഈ ക്ലാസ്സും കിട്ടുമെന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് കെട്ടി ആരും പോകരുത്. നോക്കി കണ്ടുമൊക്കെ നിന്നാൽ മതി. പിന്നെ വേറൊരു എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത് ഈ ഡൽഹി വണ്ടികളെ കുറിച്ചിട്ട്, ഡൽഹി NCR ഓൾ ഓഫ് ദീസ് കാർസിനെ കുറിച്ചിട്ട് ഇസ് ദ പേപ്പർ വർക്ക്. സോ പേപ്പർ വർക്ക് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞല്ലോ, 10 വർഷം കഴിയുമ്പോൾ ഡീസലും 15 വർഷം കഴിയുമ്പോൾ പെട്രോളും ലോഡ് ഔട്ടാണ്. ദേ ആർ ഗെറ്റിംഗ് ഡീരജിസ്റ്റേർഡ്. പക്ഷേ ഈ റൂള് വന്നത് 2019 കാലഘട്ടത്തിലാണ്. അതിന് മുമ്പേ ഇറങ്ങിയ ഒരുപാട് വണ്ടികളുണ്ട്. ഈ പറഞ്ഞ വണ്ടികൾക്കും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോഴുള്ള വണ്ടികൾക്കും, ഡീസൽ വണ്ടി ആണെങ്കിലും ശരി, നമുക്ക് പെട്രോൾ വണ്ടി ആണെങ്കിലും, നമ്മളിപ്പോൾ ഡൽഹി RTO പോയി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിന് RC ബുക്കിൽ കാണിക്കണം 15 വർഷം വാലിഡിറ്റിയാണ്. സോ 15 വർഷം വാലിഡിറ്റി ഉണ്ടെങ്കിലും ഈ ഏരിയയിലുള്ള വണ്ടികൾ 10 വർഷം കഴിയുമ്പോഴേക്കും വെഹിക്കിൾ ഡീരജിസ്റ്റേർഡ് ആവും. സോ ഞാനപ്പോൾ ഈ വീഡിയോ ഇന്ന് ചെയ്യാനുള്ള മെയിൻ കാരണം, അഗൈൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു വ്യൂവർ എനിക്ക് മെയിൽ അയച്ചായിരുന്നു. കുറേ മെയിൽസ് വരുന്നതിൻ്റെ കൂടെ ഇന്ന് രാവിലത്തെ ഒരു മെയിലാണ് എനിക്ക് ആക്ച്വലി ശരിക്കും അത് നോട്ടീസ് ആയത്. കാര്യം വണ്ടി ഒരു പ്രീമിയം കാറാണ്, 2014 രജിസ്ട്രേഷൻ, ഡൽഹി നമ്പർ. 2029 വരെ സ്വാഭാവികമായിട്ടും അതിന് പേപ്പർ വാലിഡിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനത്തിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെഹിക്കിൾ ഡീരജിസ്റ്റേർഡ് എന്നാണ് കാണിക്കുന്നത്. കാര്യം 11th ഇയറിലാണ് വണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഏജൻറ്റിൻ്റെ ഒരു ഡീലറിൻ്റെ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇസ് ദാറ്റ് 2029 വരെ വാലിഡിറ്റി ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് പേപ്പർ NOC കിട്ടും എന്നുള്ളതാണ്. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു ഡീസൽ വണ്ടിക്കും ഡൽഹി നമ്പറാണെങ്കിൽ കിട്ടില്ല. ഹരിയാന നമ്പർ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ലിറ്റിൽ ഡൈസി. NOC റെഡി ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ NOC ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ NOC കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കരുത്. ഈ പറഞ്ഞ NCR മാത്രം, ബാക്കി ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ആ പ്രശ്നമില്ല. പക്ഷേ ഈ ഡൽഹി, UP, HR ഇവിടെ നിന്നൊക്കെ നോക്കി കണ്ടും മേടിക്കണം. അപ്പോൾ ഈ വെഹിക്കിൾ ഡീരജിസ്റ്റേർഡ് എന്ന് സ്റ്റാറ്റസ് കാണിക്കുകയാണെങ്കിൽ 100% NOC കിട്ടൂല ലീഗലായിട്ട്. പിന്നെ വേറെ വല്ല മാർഗ്ഗം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലാണ്ട് നമ്മൾ പോയിട്ട് ഈ ഡീരജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടികൾ പോയി തല വയ്ക്കരുത്. ഡൽഹി വണ്ടികൾ ഏത് മേടിക്കാനാണെങ്കിലും നോക്കി മേടിക്കുക എന്നുള്ളതെല്ലാം ദാറ്റ് ഇസ് ബയർ ബിവെയർ, എല്ലാവരും നിങ്ങൾ നോക്കി തന്നെ മേടിക്കണം. പക്ഷേ അതിനകത്ത് വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ്, അതിപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിൽ മേടിച്ചാലും അത് തന്നെയാണ് കേട്ടോ. പക്ഷേ വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ് ഇസ് ദാറ്റ് ഇവിടെ നമ്മൾ ഈ വണ്ടിയുടെ വാലിഡിറ്റി സ്റ്റേറ്റസ് നോക്കണം. നമ്മൾ ഡൽഹി NCR മേടിക്കുകയാണെങ്കിൽ പ്രിഫറബിളി ഡീസലാണെങ്കിൽ ഒരു 9th ഇയറിൻ്റെ അപ്പുറം പോകാണ്ടിരിക്കുക. ഒരു 9 വർഷം പഴക്കമുള്ളതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2016 വണ്ടി മേടിച്ചാൽ കുഴപ്പമില്ല, കാരണം നമുക്ക് NOC എടുക്കാൻ കുറച്ച് മാസങ്ങൾ ബാക്കിയുണ്ട്. പെട്രോൾ ആണെങ്കിൽ ഒരു 14 വർഷത്തിനുള്ളിൽ ഉള്ളത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഈ 15 വർഷം ഒരു മാസം മറ്റേ പെൻഡിങ്ങിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു മാസമായിട്ട് കഴിഞ്ഞു, ഇങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു റിയലി ഡോണ്ട് നോ വാട്ട് യു ഡൂയിങ്, ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്, ഓക്കെ ഇത് ഇങ്ങനത്തെ റിസ്ക് ഉണ്ട്, ഇങ്ങനത്തെ കാര്യമാണ്, ഞാൻ ഇങ്ങനത്തെ ഡീലിനാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഈസ് എൻറ്റയർലി അപ് ടു യു. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു ജനറൽ പബ്ലിക്, ഒരു നോൺ കാർ പേഴ്സൺ പോയിട്ട് ഇതിനകത്തോട്ട് വീഴുകയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം, പേപ്പർ വർക്ക് നോക്കണം. ആൻഡ് ഇതാണ് ഒരു ഡൽഹി വണ്ടിയുടെ സിറ്റുവേഷൻ. പിന്നെ വണ്ടി എപ്പോഴും നോക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഏത് വണ്ടി എടുത്താലും പ്ലീസ് ടേക്ക് ഇറ്റ് ടു ദ സർവീസ് സെൻറ്റർ, ഗെറ്റ് എ ഫുൾ ചെക്ക് ഡൺ. ആരെങ്കിലും അത് പറ്റില്ല, സമ്മതിക്കില്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അടുത്ത വണ്ടി നോക്കിക്കോ. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടാത്ത വണ്ടിയൊന്നുമില്ല. എന്ത് സ്പെക്ക്, എന്ത് സാധനമാണെങ്കിലും അവിടെ കിട്ടും. ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് ചെക്കപ്പ് കഴിഞ്ഞിട്ട് മാത്രം ഏത് വണ്ടിയാണെങ്കിലും മേടിക്കുക. പേപ്പർ വർക്കിൻ്റെ കാര്യം ഡബിൾ ഷുവർ ആക്കുക. NOC കിട്ടുമെന്ന് ഉറപ്പാക്കുക. ഡീസൽ വണ്ടിയാണെങ്കിൽ 10 വർഷത്തിൽ താഴെയുള്ളത് മേടിക്കുക, പ്രിഫറബിളി 9 വർഷം, ഒരു വർഷം ബാക്കിയിരിക്കട്ടെ. പെട്രോൾ വണ്ടിയാണെങ്കിൽ ഒരു 14 വർഷം, ഒരു വർഷം ബാക്കിയിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് NOCയും കിട്ടും. നമുക്കിവിടെ ഡീലാണെങ്കിൽ നല്ല വണ്ടികളുണ്ട്. അപ്പോൾ നല്ല ഡീല് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെൻ ഓൾവേസ് ഗോ ഫോർ ഇറ്റ്. അപ്പോൾ എന്തായാലും ഐ ഹോപ്പ് ഐ ഹവ് അഡ്രസ്ഡ് ദിസ് മാറ്റർ സഫിഷ്യൻ്റ്ലി.
കാര്യം ഓരോരുത്തർക്ക് ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മെയിലും ഇൻസ്റ്റാഗ്രാമിലും അയക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഐ ഹോപ്പ് ദിസ് വീഡിയോ യുനോ ഈസ് ഹെൽപ്ഫുൾ ഫോർ എവറിബഡി. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഐ വിൽ ഓൺലി ബി ഹാപ്പി ടു ഹെൽപ്പ്. പിന്നെ നമ്മുടെ ഒക്ടാവിയുടെ അടുത്ത അപ്ഡേറ്റ് വളരെ സൂൺ വരുന്നതായിരിക്കും കോമ്പിൻ്റെ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.